താങ്കൾ ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അത്രയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം താങ്കൾക്ക് ഒരു ബിലോ 4% ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ 8% ഇവിടെ മാർജിൻ ഉണ്ട്. അപ്പൊ ഈ 8% മാർജിൻ ഉള്ളത് കൊണ്ട് തന്നെ താങ്കളെ സംബന്ധിച്ച് ഒരു ലോങ് ടേമിൽ അത്യാവശ്യം ഈ ലോൺ എടുത്തിട്ട് താങ്കൾ നിക്ഷേപം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും താങ്കളെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട ഒരു മാർജിൻ അത് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു എമൗണ്ട് താങ്കളുടെ അടുത്ത് ഇപ്പൊ ലോൺ എടുക്കാതെ നിക്ഷേപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്കവരും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു കമ്പൽസറി നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അതേസമയം താങ്കൾ ഇപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ EMI ഒരു മുടക്കില്ലാതെ താങ്കൾ അത് തിരിച്ച് അടച്ചുകൊണ്ടിരിക്കും. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാകാൻ പോകുന്നത്, ഇപ്പൊ നിരവധി വ്യക്തികൾ എന്റെ അടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്, സാർ ഞാൻ കടം വാങ്ങിയിട്ട് ഞാൻ നിക്ഷേപം നടത്തട്ടെ, അത് നല്ലതാണോ എന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറെ കണക്കുകൾ, കുറച്ച് കാര്യങ്ങളെല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കടം വാങ്ങി താങ്കൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് ലോണിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അത് എത്രയാണ് എന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ടാമതായിട്ട് എന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അതും എത്രയാണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് ശേഷമാണ് കടം വാങ്ങി നിക്ഷേപം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൽ സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണയേക്കാൾ കുറച്ചുകൂടി ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമുക്കിപ്പോ ഒരു ഹോം ലോൺ തന്നെ ഇപ്പൊ ഏകദേശം 9% ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഹോം ലോൺ വിട്ടിട്ട് ബാക്കി പല ലോണുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10% മേലെ വരാനുള്ള സാധ്യതയാണുള്ളത്. അതായത് 10% ഇപ്പൊ നമുക്ക് നോർമൽ സിറ്റുവേഷൻ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% റിട്ടേൺ ആണ്. അപ്പൊ നമ്മളിവിടെ 10% നമ്മൾ ലോൺ എടുത്തു, 12% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഡിഫറൻസ് വരാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2% മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ താങ്കൾ ഈ ഒരു ലോൺ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ഈ ഒരു 2% മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർജിൻ അല്ല. കാരണം താങ്കളെ സംബന്ധിച്ച് കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് നഷ്ടം വരാനുള്ള പോസിബിലിറ്റീസും വളരെ കൂടുതലാണ്. അതേസമയം താങ്കളിപ്പോ ഒരു വിദേശത്തുള്ള ഒരു വ്യക്തിയാണ്, ഇപ്പൊ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കാം. അവിടെ താങ്കൾക്ക് ചിലപ്പോ ഒരു 2% അല്ലെങ്കിൽ 3% അല്ലെങ്കിൽ 4%-ത്തിനൊക്കെ ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്ന പല കമ്പനികളും ഈ തരത്തിലുള്ള പല പെർസെന്റേജിലെല്ലാം എംപ്ലോയീസിനെല്ലാം ലോണുകളെല്ലാം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ തരത്തില് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ 4% ഇൻട്രസ്റ്റില് താങ്കൾക്ക് ഇപ്പൊ ലോൺ കിട്ടി, താങ്കൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു 12% റിട്ടേൺ കിട്ടി എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു 8% ഇവിടെ മാർജിൻ ഉണ്ട്. അപ്പൊ ഈ 8% മാർജിൻ ഉള്ളത് കൊണ്ട് തന്നെ താങ്കളെ സംബന്ധിച്ച് ഒരു ലോങ് ടേമില് അത്യാവശ്യം ഈ ലോൺ എടുത്തിട്ട് താങ്കൾ നിക്ഷേപം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും താങ്കളെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട ഒരു മാർജിൻ അത് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ ഇപ്പൊ സപ്പോസ് 12% പകരം 10% റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ പോലും താങ്കളെ സംബന്ധിച്ച് ഒരു 6% മാർജിൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അതിനൊരു EMI ഒരു മന്ത്ലി നമ്മൾ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. ഈ ഒരു എമൗണ്ട് താങ്കളുടെ അടുത്ത് ഇപ്പൊ ലോൺ എടുക്കാതെ നിക്ഷേപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്കവരും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു കമ്പൽസറി നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല.
അതേസമയം താങ്കൾ ഇപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ EMI ഒരു മുടക്കില്ലാതെ താങ്കൾ അത് തിരിച്ച് അടച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് താങ്കൾ ഈ ലോൺ അടച്ച് തീരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം വേണ്ട ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് താങ്കൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതത്രയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം താങ്കൾക്ക് ഒരു ബിലോ 4% ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ഒരു മിനിമം ഒരു 5 to 10 years എങ്കിലും വെയിറ്റ് ചെയ്യാൻ താങ്കൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഒരു കാരണവശാലും നിങ്ങൾ ലോൺ എടുത്തിട്ട് ഷോർട്ട് ടൈം വെച്ചുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്. മിനിമം ഒരു 5 to 10 years എങ്കിലും മുന്നിൽ കണ്ടിട്ട് താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ലോൺ എടുത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാലും അത് അത്രയ്ക്കും പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്ക് ആയിട്ട് താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ തന്നെ താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും വെച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ വെബിനാർ ഒരു Q&A സെക്ഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അപ്പൊ ഇതുവരെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്ന ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ താങ്കൾ അംഗമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗമാകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ചി ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്.